സുനിലിൻ്റെ അനുഭവകഥ. ഇതൊരു പക്ഷേ എല്ലാവർക്കും സംഭവിച്ചതാവാം. പക്ഷേ നമുക്ക് വരുമ്പോഴല്ലേ അതിൻ്റെ ആശ്ചര്യം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഗുരുവായൂരിൽ സംഭവിച്ച അനുഭവകഥകൾ. 2016 മുതൽ ഞാൻ ഗുരുവായൂർ സന്ദർശിച്ച എല്ലാ അവസരങ്ങളിലും ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ പല സ്ഥലങ്ങളിലും അപ്രതീക്ഷിതമായി അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം കാണാൻ കഴിഞ്ഞു. അതൊരു പക്ഷേ ഒരു ദൈവിക സൂചനയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഗുരുവായൂർ 8 തവണ സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ 7 തവണയും അയ്യപ്പസ്വാമിയെ അത്ഭുതകരമായി എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞു. ഖുണ്ടികയിൽ എഴുതിയ രൂപത്തിൽ, മ്യൂസിയത്തിലെ ചിത്രങ്ങളിൽ, വാതിലിലെ രൂപങ്ങളിൽ തുടങ്ങിയവ. ഇതിലൂടെ ദർശനം പൂർണ്ണമായതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. 8ാമത്തെ സന്ദർശനത്തിൽ അയ്യപ്പസ്വാമിയെ കാണാൻ കഴിയാത്തതിന് എനിക്ക് വളരെ വിഷമം തോന്നി. എന്നാൽ അന്നദാന ഹാളിൽ ഇരുന്നപ്പോൾ എൻ്റെ മുന്നിൽ ഗുരുവായൂരപ്പൻ്റെയും അയ്യപ്പസ്വാമിയുടെയും ചിത്രമുണ്ടായിരുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. 2022 അനുഭവം. 2022 ഞാനും ഭാര്യയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയപ്പോൾ വലിയ തിരക്കിനെ തുടർന്ന് ദുർഗാദേവി ക്ഷേത്രത്തിന് സമീപം ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് ദുർഗാദേവി ക്ഷേത്രത്തിന് മുന്നിലുള്ള ഓഡിറ്റോറിയത്തിൽ പ്രസാദം വാങ്ങാൻ പോയി. അവിടെ ലഭിച്ച പ്രസാദത്തിൽ അവിലും പഴവും ഉണ്ടായിരുന്നു. കഴിക്കുന്നതിനിടെ കല്ലുപോലെ എന്തോ ഒന്ന് കടിച്ചു. പുറത്തെടുത്തപ്പോൾ അതൊരു ചുവന്ന നിറമുള്ള ഒരു മധുര പലഹാരം പോലെയായിരുന്നു. വീണ്ടും നോക്കിയപ്പോൾ അത് ഒരു കുന്നിക്കുരു ആണെന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ ഭാര്യയെ തിരയാൻ തുടങ്ങി. ഏകദേശം അരമണിക്കൂർ എല്ലായിടത്തും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ മമ്മിയൂർ ക്ഷേത്ര സന്ദർശന പദ്ധതി തടസ്സപ്പെട്ടു. അപ്പോൾ ഞാൻ ഭഗവാൻ ശിവനോട് പ്രാർത്ഥിച്ചു, അടുത്ത തവണ ആദ്യം ഞാൻ അങ്ങയെ ദർശിച്ച ശേഷം മാത്രമേ ഗുരുവായൂരപ്പനെ കാണാൻ പോകൂ. ആ പ്രാർത്ഥന പറഞ്ഞ ഉടൻ തന്നെ എൻ്റെ ഭാര്യ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അരമണിക്കൂർ കൊണ്ട് സാധിക്കാത്ത കാര്യം പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടൻ സംഭവിച്ചതിൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഇതൊരു ചെറിയ കാര്യമെന്ന് തോന്നാമെങ്കിലും ആ സമയത്ത് ഞങ്ങളുടെ മാനസിക സമ്മർദ്ദം വാക്കുകളിൽ പറയാൻ കഴിയില്ല. അന്നു മുതൽ ഗുരുവായൂരിന് മുമ്പ് മമ്മിയൂർ സന്ദർശിക്കുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ കുന്നിക്കുരു കിട്ടിയതിലും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതിലും എനിക്ക് വലിയ സന്തോഷം തോന്നി. 2023 ഒക്ടോബർ 21 എൻ്റെ ജന്മദിന ദിവസം ഞങ്ങൾ ഗുരുവായൂർ എത്തിയപ്പോൾ ക്ഷേത്രത്തിൽ മുന്നിൽ വച്ച് ഒരു സ്ത്രീ ഞങ്ങൾക്ക് നിർമ്മാല്യ പ്രസാദം നൽകി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു അനുഭവം ലഭിക്കുന്നത്. അത് ഗുരുവായൂരപ്പൻ നൽകിയ വലിയൊരു സമ്മാനമായി എനിക്ക് തോന്നി. ആദ്യം അവൾ ഒരു അപരിചിതയായതിനാൽ എനിക്ക് സംശയം തോന്നി. അതിനാൽ ഞാൻ കുറച്ചു ദൂരം അവരെ പിന്തുടർന്നു. അവർ മറ്റുള്ളവർക്കും പ്രസാദം വിതരണം ചെയ്യുന്നതായി കണ്ടപ്പോൾ എനിക്ക് വിശ്വാസം വന്നു. അതിനുശേഷമാണ് പ്രസാദം സ്വീകരിച്ചത്. 2024 ഒക്ടോബർ 20 ഞങ്ങളുടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തിയ ഒരു വഴിപാടിൻ്റെ ഭാഗമായി ഞങ്ങൾ ഗുരുവായൂർ പോയി. അതും എൻ്റെ ജന്മദിനത്തിന് ഒരു ദിവസം മുമ്പായിരുന്നു. അന്ന് വലിയ തിരക്കായിരുന്നു. പുലർച്ചെ 4 മണിക്ക് ഞങ്ങൾ ക്യൂവിൽ നിന്നു. രാവിലെ 10:30 ദർശനം ലഭിച്ചത്. ഉച്ചയ്ക്ക് പ്രസാദത്തിനുള്ള ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരു വയസ്സായ വ്യക്തി പ്രസാദം വാങ്ങുന്നവരുടെ തിരക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. ഒരു പക്ഷേ നീണ്ട ക്യൂ ഒഴിവാക്കി അകത്തേക്ക് കയറാൻ വഴി നോക്കുകയാണെന്ന് ഞാൻ കരുതി.
അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്ന് ക്യൂവിൽ ഇടം ചോദിച്ചാൽ അനുവദിക്കില്ലെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നു. കാരണം സാധാരണയായി ആരെങ്കിലും ഇടയിൽ കയറാൻ ശ്രമിച്ചാൽ ആളുകൾ അനുവദിക്കാറില്ല. എൻ്റെ ചിന്ത പോലെ തന്നെ അദ്ദേഹം നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം എനിക്ക് പാൽപ്പായസം പ്രസാദത്തിൻ്റെ ടോക്കൺ നൽകി പറഞ്ഞു, ഇത് അർഹത ഉള്ളവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. എൻ്റെ അനുഭവങ്ങളുടെ പിന്നിലെ ചിന്ത. ഈ എല്ലാ അനുഭവങ്ങളും 1999 ഞാൻ ചെയ്ത ശയന പ്രദക്ഷിണത്തിൻ്റെ ഫലമായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് എൻ്റെ ചെറിയമ്മയുടെ കുടുംബത്തിന് ഗുരുവായൂരിൽ ഉദയാസ്തമന പൂജയ്ക്ക് ക്ഷണം ലഭിച്ചിരുന്നു. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് അവർ അത് ബുക്ക് ചെയ്തതായിരുന്നു. ആ ദിവസം പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ശയന പ്രദക്ഷിണം 3 പ്രാവശ്യം ചെയ്യണമെന്ന്. അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് ഞാൻ 3 പ്രാവശ്യം ശയന പ്രദക്ഷിണം ചെയ്തു. രാവിലെ 5 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക്, വൈകുന്നേരം 5 മണിക്ക്. ഓരോ ശയന പ്രദക്ഷിണത്തിനും മുമ്പും ശേഷവും കുളിക്കണം എന്നതാണ് ആചാരം. അതിൻ്റെ ഫലമായി വെള്ളം ചെവിയിൽ കയറി ഏകദേശം 30 ദിവസം വരെ കേൾവിക്കുറവുണ്ടായി, ശരീരവേദനയും ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും എൻ്റെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചില്ല. 2016 മുതൽ ഈ ശയന പ്രദക്ഷിണത്തിൻ്റെ ഫലങ്ങൾ അനുഭവങ്ങളായി എൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നു. 2020 ജനുവരി ഒരു ദിവസം വീട്ടിൽ നടന്ന പൂജയ്ക്കിടെ മുമ്പ് ശബരിമലയിൽ സേവനം ചെയ്തിരുന്ന ഒരു തന്ത്രി ഞങ്ങളോട് ഗുരുവായൂരിൽ പോയി ഉണ്ണിക്കണ്ണന് പാൽപ്പായസം വഴിപാട് നടത്താൻ പറഞ്ഞു. അതിനുള്ള ഒരു പ്രത്യേക യാദൃച്ഛികതയുണ്ടായി. എനിക്ക് അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട അത്ഭുത അനുഭവങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് ഞങ്ങളുടെ വീട്ടിൽ പൂജ ചെയ്യാൻ വന്ന തന്ത്രി മുമ്പ് ശബരിമലയിൽ അയ്യപ്പസ്വാമിക്ക് പൂജ ചെയ്തിരുന്ന വ്യക്തിയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമനുസരിച്ച് ശബരിമലയിൽ നിന്ന് മടങ്ങിയ ശേഷം വീടുകളിൽ പൂജ ചെയ്യാറില്ലായിരുന്നു. എന്നാൽ എന്തോ ഒരു കാരണത്താൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ പൂജ ചെയ്യാൻ വന്നു. ഞങ്ങൾ ഗുരുവായൂരിൽ പോയി ആദ്യം ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിച്ച ശേഷം മുകളിലെ ഗോപുരത്തിൽ അയ്യപ്പസ്വാമിയുടെ രൂപം ഞാൻ കണ്ടു. ആ നിമിഷം തന്നെ ഞങ്ങളുടെ വീട്ടിൽ നടത്തിയ പൂജയുടെ ഉദ്ദേശം 90 ദിവസത്തിനുള്ളിൽ സാധ്യമാകുമെന്നും എനിക്കൊരു വധുവിനെ കണ്ടെത്താൻ കഴിയുമെന്നും ഒരു ഉള്ളുണർവ് എനിക്കുണ്ടായി. ഞാൻ വളരെ സന്തോഷിച്ചു. ഞാൻ കരുതിയതുപോലെ തന്നെ അത് സംഭവിച്ചു. ഇതെൻ്റെ 2ാമത്തെ പ്രവചനമായി ഞാൻ കരുതുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ മമ്മിയൂർ ഭഗവാനേ ഭദ്രകാളിയമ്മേ സ്വാമിയേ ശരണമയ്യപ്പ.